ഇന്നത്തെ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ശരിക്കും കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലഞ്ച് അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന, വീട്ടിൽ വിരുന്നൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാവുന്ന അത്രയും നല്ലൊരു സ്പെഷ്യൽ എഗ് റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1.5 ഗ്ലാസ്സിനടുത്ത് ജീരകശാല അരി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 3 ഗ്ലാസ് വെള്ളം നല്ലതുപോലെ തിളപ്പിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് അരി മാത്രം ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. വേറെ എന്തിനകത്തൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ജീരകശാല വെച്ച് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഫ്രൈഡ് റൈസിന് ഉപയോഗിക്കുന്ന ബസ്മതി റൈസ്, നല്ല നീളമുള്ള ബസ്മതി റൈസ് വെച്ചിട്ട് പച്ചരി വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ബസ്മതി റൈസ് വെച്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ ജീരകശാല വെച്ച് ചെയ്യുന്നത് കുഞ്ഞിനൊക്കെ കുറച്ച് കൂടുതൽ ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിന്ന് ജീരകശാല വെച്ച് റെസിപ്പി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പച്ചരി വെച്ചിട്ടോ ബസ്മതി റൈസ് വെച്ചിട്ടോ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നമ്മളിപ്പോൾ ഞാൻ ഏകദേശം പറഞ്ഞിരുന്നു 1.5 ഗ്ലാസ്സിനടുത്ത് ജീരകശാല അരിയോ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിന് 3 മുട്ടയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചെറിയ മുട്ട 3 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി എടുക്കുന്ന സമയത്ത് ഒരു 3 ഗ്ലാസ്സൊക്കെ അരി എടുക്കുന്നുണ്ടെങ്കിൽ അരി നന്നായിട്ട്, ചോറ് നന്നായിട്ട് കോട്ട് ചെയ്യുന്ന രീതിയിലുള്ള അളവിൽ മുട്ട ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ 2 എണ്ണം മാത്രം വെച്ചിട്ടും ഈ ഒരു കണക്കിന് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ മുട്ടയുടെ ഫ്ലേവർ ഒന്ന് കയറി നിൽക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല രുചിയായിരിക്കും. ഇനി ഇതിലോട്ടേക്ക് സ്പ്രിംഗ് ഒനിയൻ, അതിൻ്റെ ആ ഒരു ഗ്രീൻ ഭാഗം ഉണ്ടല്ലോ, അത് മുറിച്ചിട്ട് അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. സ്പ്രിംഗ് ഒനിയൻ കൂടാതെ നമ്മൾ ഇതിനകത്തോട്ട് കുരുമുളക് പൊടി കൂടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ 2 രീതിയിലെടുക്കാം. ഒന്നുകിൽ നമ്മൾ ഫ്രൈഡ് റൈസിന് ഉപയോഗിക്കുന്ന വൈറ്റ് പെപ്പർ പൗഡറായിട്ട് കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ നമ്മുടെ സാധാരണ മുളക് പൊടി 1 ടീസ്പൂണാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ മുട്ട ജസ്റ്റ് ഒന്ന്, അപ്പോൾ മുട്ടക്കകത്തോട്ടേക്ക് ഞാനൊരു ഇത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കൂടുതൽ ഉപയോഗിക്കേണ്ട, കാരണം നമ്മൾ റൈസിനകത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ മുട്ടക്കകത്ത് മാത്രം വേണമെങ്കിൽ ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി തവി വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ റൈസും നന്നായിട്ട് മുട്ടയിൽ കോട്ടാവുന്ന രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഏതിനകത്താണോ റെഡിയാക്കി എടുക്കുന്നത് അതേ പാൻ തന്നെ അല്ലെങ്കിൽ അതേ പാത്രം തന്നെ ഉപയോഗിച്ച് അതിനകത്ത് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ഞാനിപ്പോൾ കുക്ക് ചെയ്യാൻ പോകുന്ന അതേ പാത്രത്തിനകത്ത് തന്നെയാണ് റൈസ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാം നന്നായിട്ട് മിക്സ് ആവണം. ആദ്യം ഇങ്ങനെ കുറച്ചൊരു ഒട്ടിപ്പിടിക്കുന്നത് പോലെ ഉണ്ടാകും, പക്ഷേ നമ്മളിത് കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് നമുക്ക് റെഡിയായി കിട്ടും. ഇനി ഇതിനകത്തോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നമ്മൾ വെളിച്ചെണ്ണ ഒരിക്കലും ഈ റെസിപ്പിയിൽ ഉപയോഗിക്കരുത്. മണമില്ലാത്ത ഏതെങ്കിലും എണ്ണ, സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഉപയോഗിക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് സ്റ്റൗവിലോട്ടേക്ക് മാറ്റി ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരു 3-4 മിനിറ്റ് നമ്മൾ നന്നായിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ആദ്യം വെച്ച് പിന്നെ കുറച്ചൊരു ഹൈ ഫ്ലെയിമിലോട്ടേക്ക് മാറ്റി ഒന്ന് ചിക്കി എടുക്കണം. നമ്മൾ സാധാരണ മുട്ട ചിക്കി എടുത്തിട്ടാണ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയെടുക്കാറ്. പക്ഷേ രണ്ടിൻ്റെയും ടേസ്റ്റ് നല്ല ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസ് ശരിക്കും തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ തന്നെ ട്രൈ ചെയ്യും, കാരണം അത്ര നല്ല ഫ്ലേവറാണ്. അപ്പോൾ ഞാനിത് ഫ്ലെയിം കുറച്ചുകൂടി ഒന്ന് മിക്സ് ആയതിന് ശേഷം ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ റൈസൊക്കെ ശരിക്കും വേർപെട്ട് വരും കേട്ടോ. എല്ലാം നന്നായിട്ട് ഒന്നും ഒട്ടിപ്പിടിക്കാതെ, പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നല്ല വേർപെട്ട് കിട്ടും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു പാത്രം വെച്ച് അത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലോട്ടേക്ക് നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ്റെ ആ ഒരു വൈറ്റ് ഭാഗം ഉണ്ടല്ലോ, അത് മുറിച്ചെടുത്തിട്ടുള്ളതും അതുപോലെ തന്നെ 2-3 വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുള്ളതുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് ഫ്ലെയിം കൂട്ടി വെക്കുക. ഇനി ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ ഫുൾ റെസിപ്പിയും ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് കുറഞ്ഞ സെക്കൻഡ് മാത്രം ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഇതിലോട്ടേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു ക്യാരറ്റ്, പിന്നെ ഒരു 1/4 കപ്പിന് അളവിൽ മാത്രം ബീൻസുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ പച്ചക്കറികളിലോട്ടേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, കാരണം നമ്മൾ അരിയിൽ ഓൾറെഡി വേവിക്കുന്ന സമയത്തിട്ടോ മുട്ടയിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഈ പച്ചക്കറികൾ നിങ്ങൾ ഒത്തിരി സമയം ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത് വെന്ത് കുഴയുന്ന പാകത്തിൽ തയ്യാറാക്കി എടുക്കേണ്ട. വളരെ കുറഞ്ഞ സമയം മാത്രം, ഒരു 2 മിനിറ്റ് മാത്രം മതി. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട്
ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ റൈസിനകത്ത് മുട്ട ചേർക്കുന്നുണ്ടല്ലോ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ. അപ്പോൾ അതിനകത്ത് മുട്ട ചേർക്കുമ്പോൾ ഒരിക്കലും ചൂടുള്ള റൈസിലോട്ടേക്ക് മുട്ട ചേർക്കരുത്. ചോറ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം വേണം മുട്ട ചേർത്ത് മിക്സ് ചെയ്യാൻ. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു 2 നുള്ള് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർക്കാം. അപ്പോൾ എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. ആ ഒരു കളർ ചേഞ്ച് വേണ്ടാന്നുള്ളവർക്ക് വൈറ്റ് പെപ്പർ പൗഡർ ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ടെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലോട്ടേക്ക് ഞാൻ ചേർക്കുന്നത് വിനാഗിരിയാണ്. ഒരു 2 ടീസ്പൂൺ അളവിൽ വിനാഗിരി ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി വിനാഗിരി നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നാണെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒരു ചെറുനാരങ്ങയുടെ പകുതി ഭാഗമൊക്കെ എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് ഉപയോഗിച്ചാൽ മതിയാകും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് വേണ്ടത് സോയാ സോസാണ്. ഞാൻ ഡാർക്ക് സോയാ സോസ് 2 ടീസ്പൂണാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ലൈറ്റോ ഡാർക്കോ സോയാ സോസ് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് അളവിൽ മാറ്റം വരുത്തിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ടേസ്റ്റൊക്കെ നോക്കിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഉപ്പും അതുപോലെ സോയാ സോസിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ എല്ലാം നന്നായി ബാലൻസ് ആയി കഴിഞ്ഞാൽ ഇതിനകത്തോട്ടേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റൈസ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലേവറാണ് കേട്ടോ. ശരിക്കും നിങ്ങൾ ഒരു തവണ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ്. നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിൽ നിന്നും ഒരു 3 ഇരട്ടി രുചി കൂടുതലാണെന്ന് തന്നെ പറയാം. അപ്പോൾ റൈസ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് പ്രധാനമായിട്ടും ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഒരു 1.25 ടേബിൾ സ്പൂണിനടുത്ത് ടൊമാറ്റോ സോസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് സോസും നമ്മുടെ വെജിറ്റബിൾസൊക്കെ നല്ലതുപോലെ മിക്സ് ആകുന്ന രീതിയിൽ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതിയാകും. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ചില്ലി ചിക്കനും മറ്റുള്ള ഡിഷസൊക്കെ സെർവ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു ഫ്രൈഡ് റൈസിന് നിങ്ങൾക്ക് ശരിക്കും ഒരു സൈഡ് ഡിഷിൻ്റെയും ആവശ്യമില്ല. അത്രയധികം രുചിയാണ് ഇതല്ലാതെ കഴിക്കാൻ തന്നെ. അപ്പോൾ ലാസ്റ്റ് തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് സ്പ്രിംഗ് ഒനിയൻ കൂടി ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ റൈസ് കണ്ടോ ഒന്നും തന്നെ പരസ്പരം ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു ടിപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. നമ്മൾ ചോറ് വേവിച്ചെടുത്തതിന് ശേഷം പച്ചരിയാണെങ്കിലും ജീരകശാലയാണെങ്കിലും ഏതരിയാണെങ്കിലും നല്ലതുപോലെ വേവിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. ചൂടാറിയതിന് ശേഷം മാത്രം മുട്ട ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതും കൂട്ടത്തിൽ നമ്മൾ സൈഡ് ഡിഷ് ഒന്നും തയ്യാറാക്കി എടുക്കാണ്ട് ജസ്റ്റ് വേണമെങ്കിൽ ഒരു സാലഡോ തൈര് സാലഡൊക്കെ വെച്ചിട്ട് സെർവ് ചെയ്യാവുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതിപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കുറച്ച് അടുത്ത് നിന്ന് കാണിച്ചു തന്നതാണ്. കാരണം റൈസൊക്കെ നല്ല രീതിയിൽ വേർപെട്ട് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തൈര് സാലഡോ അതല്ലെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ധാരാളമാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.